എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. എൻ്റെ മുടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവൻ്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കണം എൻ്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട്. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കും ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കും ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കും അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി എല്ലാവർക്കും അറിയാം. ജാൻമണി ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച് ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജാൻമണി ഈ അടുത്ത സമയത്ത് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വെള്ളം കൊടുക്കാനും ആ സമരത്തിൽ പങ്കെടുക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായിട്ടുണ്ടായിരുന്നു. എല്ലാവരും എടുത്ത് ജാൻമണിയെ പുകഴ്ത്തി ഓരോ വീഡിയോസ് ഇടുന്നു. ജാൻമണി അങ്ങനെയാണ്, ജാൻമണി ഇങ്ങനെയാണ്, ജാൻമണി ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഖേദിക്കുന്നു, ജാൻമണി ഇപ്പോൾ ചെയ്തത് വലിയൊരു നന്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത് കുറേ വീഡിയോസ് വന്നപ്പോഴത്തേക്ക് ജാൻമണി കയറി അങ്ങ് മേലെ പോയി. ജാൻമണി വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയി. താൻ എന്തോ വലിയ സംഭവമാണ്, തന്നെ ആൾക്കാർ ഇത്രയധികം എടുത്തിട്ട് ഉയർത്തിക്കാട്ടി വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ തോന്നിയിട്ട് ജാൻമണി തൊട്ടടുത്ത നിമിഷം തന്നെ കൊടുത്തു പ്രധാനമന്ത്രിക്കിട്ട് ഒരു അമ്പ്. അപ്പോൾ പ്രധാനമന്ത്രിക്കിട്ട് പറഞ്ഞത് അങ്ങ് ശരിക്ക് കയറി അങ്ങ് കൊണ്ടു. ജാൻമണി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നല്ലത് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ചെയ്തതാണ് ജാൻമണി സത്യത്തിലും. പക്ഷേ അത് ജാൻമണിക്ക് തന്നെ വിനയായിട്ടുണ്ട്. അപ്പോൾ ജാൻമണിക്കെതിരെ കേസുമായിട്ട് BJP രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയുമ്പോൾ നരേന്ദ്രമോദി നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയാണെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കണം. ഓരോ വാക്കുകളും അത് എവിടെ ചെന്ന് എത്തും എന്നും കൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം, വിവേകത്തോടു കൂടി വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ. ഇത് സോഷ്യൽ മീഡിയ ആണ്, കയറി അങ്ങ് കത്തും. അപ്പോൾ ജാൻമണിക്കും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ജാൻമണി ഇവിടെ മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ജാൻമണിക്കറിയാം ഇത് കൈവിട്ട് പോയി. സാധാരണ എന്തെങ്കിലും വിഡിത്തരം വന്ന് എഴുന്നള്ളുന്ന പോലെയല്ല, ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് ജാൻമണിക്ക് മനസ്സിലായി. അപ്പോൾ ജാൻമണി ഇപ്പം മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജാൻമണി പറയുന്ന ആ മാപ്പ് വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് ശരിക്കും പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എൻ്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ ഇത്രയും വലിയ വീട്ടിൽ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് എഴുന്നള്ളിച്ചിട്ട് പറയാം, എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മലയാളം മനസ്സിലാവത്തില്ല. അവർ ചോദിച്ചതിന് ഞാനൊരു മറുപടി കൊടുത്തതാണ്. അത് ഇങ്ങനെ അബദ്ധം ആകുമെന്ന് വിചാരിച്ചില്ല. അപ്പം എല്ലാം അങ്ങ് ഒരു അബദ്ധം പറ്റിയ രീതിയിൽ അറിയാതെ വന്നു പോയതാണ് എന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ് ജാൻമണി. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് ശരിക്കും പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എൻ്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യുമ്പോൾ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി ആൻഡ് ഫ്രം ഇന്ത്യ, ഫ്രം കേരള, ഫ്രം എവ്രിവെയർ. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ വിഡിത്തം നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ട് മാപ്പുമായിട്ട് വന്നിരിക്കുകയാണ്.
ഇങ്ങനെ ഒരു മാപ്പ് പറഞ്ഞാൽ ഈ ആൾക്കാർക്കൊരിതുണ്ട്, എന്ത് വിഡ്ഢിത്തരം പറയും, എന്ത് ചെറ്റത്തരവും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും, എന്നിട്ട് സോറി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ സോറി പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ എനിക്കറിയാതെ പറ്റിയതാ, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയാൻ. ഇത്രയും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിൽ തുണിയും പൊക്കി പിടിച്ച് വരുന്നുണ്ടായിരുന്നല്ലോ, എന്നെ നിങ്ങൾക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ ജാൻമണിയാണ് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് പറ്റിപ്പോയതാണ്, ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജാൻമണിക്ക് അറിയാം ഇത് കയ്യിൽ നിൽക്കത്തില്ല, ഇത് വേറെ തലത്തിലേക്ക് പോകും. BJP കേസുമായിട്ട് വന്നിട്ടുണ്ട്, വാർത്താ ചാനലുകളിലെല്ലാം ഇത് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് കയ്യിൽ നിൽക്കത്തില്ല. ഒരുപാട് പേര് ജാൻമണിയെ കോൾ ചെയ്ത് പറഞ്ഞു, അത് പെട്ടെന്ന് തന്നെ ഡിലേറ്റ് ചെയ്യിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഡിലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആ വീഡിയോ തരംഗമായിട്ടുണ്ട്. ഇപ്പം പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ആ വീഡിയോസ് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആ വീഡിയോ ഇപ്പോൾ പലരുടെയും ചാനലുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഡിലേറ്റ് ചെയ്തിട്ടോ ഇപ്പം മാപ്പ് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരുത്തിയും വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ. ഈ ചിലരുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ വന്ന് അലറി വിളിച്ച് ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ഒരാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാകാം എന്ന്. ഇവിടെ ജാൻമണിക്ക് സംഭവിച്ചതും അതാണ്. ജാൻമണി ഇതുപോലെ ഓരോ വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. പക്ഷേ ഇത് കൈവിട്ടുപോയി. ഇത്രയും നാളും പറഞ്ഞ വിഡ്ഢിത്തരം പോലെ അല്ല ഒരു നാടിൻ്റെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ അവഹേളിക്കുമ്പോൾ അതിൽ വരുന്ന ഭവിഷ്യത്ത് അത്രയ്ക്കും വലുതായിരിക്കും. ഇപ്പോൾ BJP പാർട്ടിയും ജാൻമണിക്കെതിരെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്നും ശരിക്കും BJP പാർട്ടി അനുകൂലിക്കുന്നവരല്ല, BJP പാർട്ടിയുമല്ല. അപ്പോൾ പക്ഷേ നമ്മൾ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി, ആ ഒരു ബഹുമാനവും ആ ഒരു സ്ഥാനവും നമ്മൾ കൊടുക്കുന്നുണ്ട്, പാർട്ടി ഏതുമായിക്കോട്ടെ. പക്ഷേ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും അവർ എടുത്തിരിക്കുന്ന ആ സ്ഥാനം, ആ ഒരു സ്ഥാനത്തെ നമ്മൾ കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്, അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. പാർട്ടി ഏതുമായിക്കോട്ടെ, അവരുടെ ആ ഒരു സ്ഥാനം അത് നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. പക്ഷേ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അവരെ അവഹേളിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. ഒരു നാടിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുമ്പോൾ ആ നാടിനെ തന്നെ അവഹേളിക്കുന്നത് പോലെയാണ്, അല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ അല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയാണ് അവഹേളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ ആണ് അവഹേളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്തായാലും കുറഞ്ഞു പോകരുത് എന്ന് തന്നെയാണ്. കാരണം ഈ ചിലർക്ക് ചില വിചാരമുണ്ട്, സെലിബ്രിറ്റികളാണെന്നും പറഞ്ഞിട്ട് കുറേ വിഡ്ഢിത്തങ്ങൾ കുറച്ച് ഓൺലൈൻ മീഡിയക്കാരും ചുറ്റും കൂടുമ്പോൾ കുറച്ച് വിഡ്ഢിത്തങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളിക്കുക എന്ന്. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ ഇവരൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിക്കണം. അപ്പോൾ ഇനിയെങ്കിലും മറ്റുള്ളവരെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വിഡ്ഢിത്തങ്ങളൊക്കെ വന്ന് എഴുന്നള്ളിക്കുമ്പോൾ, ആവേശം മൂത്ത് എഴുന്നള്ളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് വിവേകത്തോടെയെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തെറ്റാ.